ഹലോ ഗായ്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് നമ്മുടെ സ്വന്തം കേരളം കലാമണ്ഡലം ചെറുതുരുത്തി. അങ്ങനെ ഞാനും അസ്തിമോളും കൂടി കേരള കലാമണ്ഡലം കാണാൻ പോവുകയാണ് ഗായ്സ്. ഇതാണ് നമ്മൾ ലാഡർ ഇടില്ലേ, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി കൂട്ടുപാത പോയി എണ്ണ അടിക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയി നമ്മളെ TNT ഒറ്റപ്പാലങ്ങരക്ക് അറിയായിരിക്കും TNT. അങ്ങനെ പോയി നമ്മൾ വേറൊരു സ്ഥലം കണ്ടു. എന്താ കേരളീയ വൈദ്യനിലയം എന്തോ എനിക്കറിയില്ല, ഞാൻ വായിച്ചത് മാത്രമേ ഉള്ളൂ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എളുപ്പവഴി ഒറ്റപ്പാലം തിരിഞ്ഞ് എളുപ്പവഴി കൂടെ പോയത്. നല്ല ഭംഗി വെച്ചാൽ അധികം വെയിലും ഉണ്ടായിരുന്നില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ പോയി വെയിൽ കൊണ്ടൊരു പപ്പട പരിവായത് വിഷയം വേറെ. എന്നാലും നമ്മൾ യാത്ര ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് വെയിലൊന്നും വിഷയമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഷൊർണൂർ എത്തി മക്കളെ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ അറിയാമല്ലോ, നമ്മളെ കേരളത്തിലത്തെ ഏറ്റവും വലിയ സ്റ്റേഷൻ. അങ്ങനെ അവിടെ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് നമ്മളെ ഭാരതപ്പുഴയ്ക്ക് എത്തി. അങ്ങനെ ചെറുതുരുത്തി പാലം കണ്ടു. ചെറുതുരുത്തി പാലമൊക്കെ പൊട്ടി തവിട് പൊടിയായി കിടക്കുകയാണ് മക്കളെ. അത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, ആ വഴി പോകുന്ന എല്ലാവർക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, നമ്മളെ കേരള കലാമണ്ഡലം എത്തി ഗായ്സ്. നല്ല രസമുണ്ടായിരുന്നു. ഒരറ്റത്തു നിന്ന് ഒരറ്റം വരെ നീണ്ടു നിവർന്ന് വിശാലമായി കിടക്കുകയാണ് ഗായ്സ്. ഇനിയിപ്പോൾ ആരും കേരള കലാമണ്ഡലം കണ്ടില്ലെന്ന് പറയരുത്, ഓക്കെ? ഇതാ കണ്ടോട്ടോ. അങ്ങനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പോയി മക്കളെ. അങ്ങനെ ഉള്ളിൽ പോയി അവിടുന്ന് നമ്മൾ പാസ്സൊക്കെ എടുക്കണം പറഞ്ഞു. അങ്ങനെ സംസാരിച്ചു. അവിടെ പോയപ്പോഴാണ് കയ്യിൽ നിന്ന് പോയത് മക്കളെ. മൂഞ്ചി ആ അവസ്ഥയായി. അവിടെ പോയപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പെഷ്യൽ പെർമിഷൻ വേണം, എന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, ജസ്റ്റ് കണ്ടിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തിനാ പിന്നെ പോണ്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഒരാൾ വരാനുണ്ട്, വെയിറ്റ് ചെയ്ത് സംസാരിച്ചൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ടൈം ഉണ്ടായിരുന്നു, വേറൊരു കാര്യത്തിന് വേണ്ടി പോയതാണ്. അപ്പം ഇനി വേറെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഗായ്സ് അങ്ങനെ മൂഞ്ചിപ്പോയി. ഞങ്ങൾ കേരള കലാമണ്ഡലം കാണാൻ പോയിട്ട്. എന്തായാലും ഇനിയൊരു ദിവസം പോകണം. അപ്പോൾ പോയിട്ട് നമ്മളാ വീഡിയോ ഇടാം കേട്ടോ. ചെറുതുരുത്തി പാലമൊക്കെ പൊട്ടിക്കിടക്കുന്നത് കാണണം, പക്ഷെ നല്ലൊരു പുതിയ പാലമൊക്കെ പണിതു കേട്ടോ. എന്തായാലും ഇത് നമ്മളെ വീണ്ടും ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒന്നും കൂടി വീഡിയോ എടുത്ത് ഗൈസ്. എല്ലാവർക്കും അറിയാമല്ലോ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനെ കുറിച്ച്. അങ്ങനെ പോണ വഴിക്കൊരു വീട് കണ്ട് മക്കളെ, പടച്ചോനെ നെട്ടിപ്പോയി. ഇതിൽ കാണുമ്പോൾ ചെറുതായി തോന്നുന്നു കേട്ടോ, പക്ഷെ എന്തൊരു വലുപ്പമുള്ള വീടാണ് പടച്ചോനെ. ഇതൊക്കെ എങ്ങനെയാണ് അടിച്ചു പോയി നടക്കുക. എനിക്ക് എൻ്റെ കിളി പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് വീട് നോക്കി നിന്നു, കാരണം അത്രയും വലുപ്പം ഒന്നും പറയണ്ട. അങ്ങനെ നമ്മൾ ഉള്ള ഏരിയ കൂടെ പോയിട്ട് വെയിലധികം കൊള്ളണ്ടാച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലം പള്ളി എത്തി ഗായ്സ്. പള്ളി എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ? പക്ഷെ ഇങ്ങനെ കാണുന്ന പോലെ ഒറ്റപ്പാലം പള്ളിയുടെ ഭംഗി അറിയുന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി വരണം, അപ്പോൾ അടിപൊളിയായിരിക്കും. എന്ത് ഭംഗിയാണ് കാണുന്നറിയാം. അങ്ങനെ ഞങ്ങൾ മെലഡി കയറി. എൻ്റെ ഫേവറേറ്റായ എന്താ സംഭവം പറയും ഗായ്സ്, ഞാൻ എന്താ കഴിക്കാൻ ഏറ്റവും കൂടുതൽ? എൻ്റെ മിൽക്ക് ഷേക്ക്. പിന്നെ എവിടെ പോയി വന്നാലും ഇതില്ലാതെ വേറൊരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് കുടിച്ച് വയറ് നിറച്ച്. അങ്ങനെ എൻ്റെ ഫ്രണ്ട് കൂട്ടുപാതയിൽ അൻസിൻ്റെ ബ്യൂട്ടി പാർലർ പോയി കുറച്ച് നേരം പോയി അവിടെ ഇരുന്ന്. ഞങ്ങളിടയ്ക്ക് കൂട്ടുപാതയിൽ പോകുമ്പോൾ ജസ്റ്റ് കയറി ഒരു 10 മിനിറ്റ് ഇരിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട് അൻസിയ. അപ്പോൾ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുപാത സുന്ദ മേക്കോറിൽ പോയി ബ്യൂട്ടി പാർലർ കയറുക, ഓക്കെ? അടിപൊളിയാണ്, ഒരു രക്ഷയില്ല മക്കളെ. ഇതവിടുത്തെ ബ്യൂട്ടി പാർലർ കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് പിന്നെ അൻസി ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് ജ്യൂസും കട്ട്ലേറ്റൊക്കെ കഴിച്ചു. പിന്നെ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു ഗായ്സ്. അപ്പോൾ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഓക്കെ? നിങ്ങൾ സ്വന്തം ഷംനാ ലക്കിടി. ഓക്കെ, ബൈ.